3 ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയ ഫിജി പ്രധാനമന്ത്രി സിതിവേനി റബൂക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹി ഹൈദരാബാദ് ഹൌസിൽ ഉഭയകക്ഷി ചർച്ച നടന്നു. റബൂക്കയുടെ സന്ദർശനം പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 33 വർഷത്തിന് ശേഷം 2014 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഫിജി സന്ദർശിച്ചത്. അതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആ യാത്രയിൽ ഫോറിൻ ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോഓപ്പറേഷൻ രൂപീകരിച്ചു. ഇന്ത്യ ഫിജി ബന്ധങ്ങൾ മാത്രമല്ല മുഴുവൻ പസഫിക് മേഖലയുമായുള്ള തങ്ങളുടെ ബന്ധത്തെയും ശക്തിപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 2014 में 33 ईयर के बाद किसी भारतीय प्रधानमंत्री ने फिजी की धरती पर कदम रखा था. मुझे बहुत खुशी और गर्व है कि यह सौभाग्य मुझे मिला था. उस समय हमने फोरम फॉर इंडिया पैसिफिक आइलैंड कोऑपरेशन यानी फिपिक की शुरुआत की. उस पहल ने न केवल भारत फिजी रिश्तों को बल्कि पूरे पैसिफिक क्षेत्र के साथ हमारे जुड़ाव को नई ताकत दी. और आज प्रधानमंत्री रंबुका जी की इस यात्रा से हम आपसी संबंधों में एक नया अध्याय जोड़ रहे हैं. फ्रेंड्स, भारत और फिजी के बीच आत्मीयता का गहरा नाता है. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഭാരതം ഫിജി അന്താരാഷ്ട്ര ബന്ധത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? രോഹിണി, 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയിട്ടുള്ള ഫിജി പ്രധാനമന്ത്രി സിതിവേനി റബൂക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഫിജി എന്നുള്ളത് പസഫിക് മേഖലയിലെ ചെറിയ രാജ്യമാണ്. ഫിജിക്ക് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സഹകരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടത്തിവരുന്നു. ഇന്ന് നടന്നിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിലും ഫിജിക്ക് കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിരോധം, സോളാർ എനർജി, ആരോഗ്യ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് പരസ്പരം നേതാക്കൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ആ ധാരണാപത്രങ്ങൾ പരസ്പരം കൈമാറി. ഫിജിയിൽ സുവ മേഖലയിൽ ഭാരതത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കും. അവിടേക്ക് ഡയാലിസിസ് യൂണിറ്റുകൾ, ഒപ്പം ആരോഗ്യ മേഖലയിൽ ലഭ്യമാക്കേണ്ട അത്യാധുനിക ഉപകരണങ്ങൾ, ഇവയെല്ലാം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫിജിയിലേക്ക് അയച്ചു നൽകും. മറ്റൊരു നിർണായകമായ തീരുമാനം, പ്രതിരോധ സുരക്ഷാ മേഖലയിൽ ഫിജിയും ഭാരതവും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിരോധം, സുരക്ഷാ മേഖലകളിൽ ഇരു രാജ്യവും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഫിജിയുടെ സമുദ്ര മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രതിരോധവും ശക്തമാക്കുന്നതിന് ഭാരതം സഹായം നൽകും. അതിന് അത്യാധുനിക സാങ്കേതിക വിദ്യയും സൈനിക സഹായവും ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകും. അത്തരത്തിലൊരു സഹായം ഫിജിയിൽ ചെയ്യുന്നതോടുകൂടി പസഫിക് മേഖലയിൽ ഭാരതത്തിന് കൂടുതൽ സാന്നിധ്യം രേഖപ്പെടുത്താൻ സാധിക്കും, ഭാരതത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. അത് രാജ്യത്തിൻ്റെ താല്പര്യം കൂടിയാണ്. കൂടാതെ ഭീകരവാദം മുഴുവൻ മാനവരാശിക്കും വെല്ലുവിളിയാണെന്നും ഭീകരവാദത്തിനെതിരെ ഭാരതവും ഫിജിയും ഒരുമിച്ച് നിൽക്കുമെന്ന പ്രഖ്യാപനം കൂടി ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഫിജിയുമായി കൂടുതൽ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക, പ്രതിരോധ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഫിജിക്ക് കൂടുതൽ സഹായം എത്തിക്കുക, അതോടൊപ്പം പ്രതിരോധ സുരക്ഷാ മേഖലയിൽ ഫിജിയെ സഹായിക്കുന്നതോടൊപ്പം തന്നെ പസഫിക് മേഖലയിൽ ഭാരതത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ രേഖപ്പെടുത്തുക എന്ന വ്യക്തമായ ലക്ഷ്യവും ഭാരതത്തിനുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് 33 വർഷങ്ങൾക്ക് ശേഷം 2014 ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു താൻ. അതിൽ വലിയ അഭിമാനമുണ്ട്. ഫിജിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളതയോടെ മുൻപോട്ട് കൊണ്ടുപോകും എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഫിജി പ്രധാനമന്ത്രി ഭാരതത്തിലെത്തിയത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.